സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള വളരെയധികം പ്രിയങ്കരനായ ഒരു നടൻ തന്നെയാണ് വിജയ് കുമാർ. സൗത്ത് ഇന്ത്യയിലെ നിരവധി സിനിമകളിൽ അഭിനയിച്ച താരത്തിന് വളരെയധികം താരമൂല്യമുണ്ടെന്ന് തന്നെ പറയണം. ഇന്ന് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും അടക്കം നിരവധി താരങ്ങളെ എടുത്തു കഴിഞ്ഞാൽ വിജയ് കുമാറിനോടൊപ്പം നിൽക്കുന്ന പ്രാഗൽഭ്യമുള്ള ഒരുപാട് കലാകാരന്മാരില്ല. എന്നാലും അദ്ദേഹം ഇന്നും ഇൻഡസ്ട്രിയിൽ സജീവമായി നിൽക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമായി തന്നെ ഞങ്ങൾ കാണുന്നുവെന്നാണ് എല്ലാ പ്രേക്ഷകരും അദ്ദേഹത്തെക്കുറിച്ച് എഴുതാറുള്ളത്. ഇന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു സന്തോഷ നിമിഷമാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ അനിതയുടെ മകൾ ദിയ ഇപ്പോൾ വിവാഹിതയായിരിക്കുന്നു. അദ്ദേഹം ആ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നതും. രാജകൊട്ടാരത്തിൽ വെച്ചാണ് വിജയകുമാർ ചെറുമകൾക്ക് മാംഗല്യം ഒരുക്കിയത്. സരസ്വതി വിഗ്രഹം കൊത്തിയ ആഭരണങ്ങൾ അണിഞ്ഞായിരുന്നു ദിയ മണ്ഡപത്തിലേക്ക് കയറി വന്നത്. സ്വർണ്ണത്തരികൾ വീശിയെറിഞ്ഞ കല്യാണപ്പുടവയും വിജയകുമാറിന്റെ പേരക്കുട്ടി വധുവായി ഒരുങ്ങിയപ്പോൾ സ്വർണത്തിൽ കുളിച്ചെത്തിയെന്ന് പ്രേക്ഷകർ തന്നെ പറഞ്ഞു. വളരെയധികം ആഡംബരപ്രദമായ ഒരു വിവാഹം തന്നെയായിരുന്നു വിജയകുമാറിന്റെ മകൾ അനിതയുടെ മകൾ ദിയയ്ക്കുണ്ടായിരുന്നത്. വിജയകുമാറിന്റെ പേരക്കുട്ടി ആയതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്ന് പലരും പങ്കെടുത്തിരുന്നു. പ്രഗത്ഭരായ നിരവധി പേർ പങ്കെടുത്ത ഒരു ആഡംബര ചടങ്ങ് തന്നെയായിരുന്നു ഇന്ന് നടന്നത്. അതീവ സുന്ദരിയായി നിൽക്കുന്ന ചിത്രത്തിൽ ഒക്കെ തന്നെയും പ്രേക്ഷകർ ഏറ്റെടുത്തു. വനിതയുടെ സഹോദരിയാണ് പ്രീത. ദിലീപിന്റെ നായികയായി ഉദയപുരം സുൽത്താൻ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പ്രീത. സിംഗം സാമി സിനിമയുടെ ശ്രദ്ധേയായ സംവിധായകൻ ഹരിയാണ് പ്രീതയുടെ ഭർത്താവ്. ഇളയ സഹോദരി ശ്രീദേവി പ്രഭാസ് ചിത്രമായ ഈശ്വറിലൂടെ നായികാ നിരത്തിലെത്തി. പക്ഷേ വിവാഹശേഷം അഭിനയം ഉപേക്ഷിച്ച നടി ഇപ്പോൾ ടെലിവിഷൻ രംഗത്ത് വളരെയധികം സജീവമാണ്. അതുകൊണ്ട് തന്നെ വിജയകുമാറിന്റെ കുടുംബം ഒരു സിനിമാ കുടുംബമാണെന്ന് പറയാം. വിജയകുമാറിന് 2 ഭാര്യമാരുള്ള കാര്യവും ഈ ഭാര്യമാരിൽ 6 മക്കളുള്ള കാര്യവും ഒക്കെ തന്നെയും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൽ പലരും സിനിമയിൽ നിൽക്കുന്നു, മറ്റു പലർ മറ്റു പ്രൊഫഷനിൽ തിളങ്ങി നിൽക്കുന്നു. ഒരു ആഡംബര കുടുംബമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു വിവാഹം വളരെയധികം പ്രത്യേകതയുള്ളതാണ്. നിരവധി രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും സിനിമ സീരിയൽ പ്രവർത്തകരും ഒക്കെ അണിനിരന്ന ഒരു ആഡംബരപ്രദമായ വിവാഹം, അത്യാഡംബരമായ ഒരു സൗത്ത് ഇന്ത്യൻ വിവാഹം തന്നെയാണ് നമ്മൾ കണ്ടത്. ആഡംബരമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പരമ്പരാഗത രീതിയിലെ ചടങ്ങുകൾ തന്നെയാണ് ഇവർ നടത്തിയത്. അതിന് പ്രത്യേക കയ്യടി ഉണ്ടെന്ന് പറയണം. സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ വിജയകുമാറിന്റെയും മഞ്ജുളയുടെയും മൂത്ത മകളായ വനിതാ വിജയകുമാറിന്റെ സഹോദരി പുത്രിയുടെ ഈ ഒരു വിശേഷം ഏറ്റെടുക്കുന്നത്. വിജയുടെ നായികയായി ചന്ദ്രലേഖ എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ചു. മലയാളത്തിൽ ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്ന ചിത്രത്തിലും അഭിനയിച്ചു. 2019 ബിഗ് ബോസ് സീസണിൽ 3 മത്സരാർത്ഥിയായി എത്തിയിരുന്നു. ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ കൂടി സജീവമാണെന്ന് പറയണം. വിജയകുമാറിന്റെ ആദ്യ ഭാര്യയിലുള്ള മക്കളാണ് കവിതയും അനിതയും അരുണും. 2ാം ഭാര്യയിൽ മഞ്ജുളയിൽ നിന്നുള്ള മക്കളാണ് വനിതയും പ്രീതയും ശ്രീദേവിയും. ഇതിൽ അരുൺ വിജയ്, വനിത, പ്രീത വിജയകുമാർ, ശ്രീദേവി എന്നിവരാണ് സിനിമാ രംഗത്ത് സജീവമായുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമാ കുടുംബത്തിൽ നിന്നുള്ള ഒരു വിവാഹമായി തന്നെ ഇതിനെ പറയാം. അനിതയുടെ മകളാണെങ്കിൽ കൂടിയും വളരെയധികം സിനിമാ പ്രാഗൽഭ്യമുള്ള ഒരു കുടുംബമായതുകൊണ്ട് തന്നെ നിരവധി താരങ്ങളാണ് ഈ ഒരു ചടങ്ങിന് പങ്കെടുത്തത്. തങ്ങളുടെ സഹോദരി പുത്രിയുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സഹപ്രവർത്തകരെല്ലാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്ന ഒരു അത്യാഡംബര വിവാഹമായി മാറുകയാണ് വിജയകുമാറിന്റെ ചെറുമകൾ ദിയയുടെ വിവാഹം. വരനും വധുവും നിൽക്കുന്ന ചിത്രങ്ങളും അവരുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും തന്നെയാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.